ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയാണത്. അങ്ങോട്ടേക്ക് നോക്കിയാൽ അതാണ് ആ ആദ്യ ഇടിവുണ്ടാകുന്ന അവിടെ നിന്നാണ്. ഇപ്പോഴും അവിടെ വെള്ളത്തിൻ്റെ ചാൽ ഇങ്ങനെ കാണാം, വെള്ള വരിയായിട്ട്. അവിടെ നിന്ന് പൊട്ടി ഒലിച്ച് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയ കല്ലും വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒക്കെയാണ്. ഇതാ ഈ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. ഈ വീട്ടിലേക്കൊക്കെ ഇത്രയേറെ ഇടിച്ചു കുത്തിയാണ് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായത്. തൊട്ട് അപ്പുറത്തെല്ലാം ഇവിടെ സമീപത്ത് കുറേ വീടുകളുണ്ട്. ആ വീടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർ അപകടത്തിൽപ്പെട്ടോ അതോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ മിനിസ്റ്റർ കെ രാജനും ഒപ്പം തന്നെ ശ്രീ കെ ശശീന്ദ്രൻ ഇരുവരോടും സംസാരിച്ചപ്പോൾ അവരും ഇവിടെ സന്ദർശിച്ചിരുന്നു. പരമാവധി എത്താൻ പറ്റുന്ന അത്രയും സ്ഥലം മന്ത്രിമാരെത്തി ഈ ഒരു കാര്യങ്ങൾ, അതായത് എത്രമാത്രം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അദ്ദേഹം പറഞ്ഞത് അതിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ, അതായത് പുനരധിവാസം എന്ന ഏറ്റവും വലിയൊരു പ്രക്രിയ ഇനി നടക്കാനിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടം എന്ന നിലയിലാണ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് വകുപ്പുകളുമൊക്കെ, അതായത് ചുമതലപ്പെട്ട വകുപ്പുകളൊക്കെ ആ പ്രവർത്തികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഈ വീടുകളൊക്കെ പൂർണ്ണമായി ഇപ്പോൾ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വീടാണ്. അവിടെയും ഒരു ബൈക്ക് ഈ ചെളിയൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ളവർ ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരിപ്പോൾ ക്യാമ്പുകളുണ്ടാകാം. പക്ഷെ ആ വീടുകളിലേക്കൊക്കെ ഇനി ഒരു മടങ്ങി വരവോ ഇതൊന്നും സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഇനി മനുഷ്യനാണ്. ഞാനിപ്പോൾ കയറി വരുമ്പോൾ ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇല്ല, ചിലപ്പോൾ തിരിച്ചു വരും, അങ്ങനെയല്ലേ, ഇതൊക്കെ കണ്ട് ധൈര്യം വന്ന് ചിലപ്പോൾ മനുഷ്യൻ ഇവിടെ തന്നെ തിരിച്ചു വന്ന് താമസിച്ചുകൂടായില്ലല്ലോ എന്ന് അതൊരു അഭിപ്രായമാണ്. അങ്ങനെയും പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വീടുകളെല്ലാവരും ഒഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് മാറുമോ, വീടുകൾക്ക് കേടുപാടുകൾ പറ്റാത്തവർ വേറൊരു സ്ഥലത്തേക്ക് പോകുമോ, അത് നമുക്കറിയില്ല. അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ മനസ്സിലാകേണ്ട കാര്യമാണ്. അവരോടൊക്കെ സംസാരിച്ചൊക്കെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ നിലവിൽ എല്ലാ വീടുകളും ആളില്ലാതെ ഇങ്ങനെ ഈ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ പേറി ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞത്, മന്ത്രിമാർ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ആ നടപടികൾ കൃത്യമായി നടക്കുന്നു. അദ്ദേഹവും പറഞ്ഞു, ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു, അതായത് ഈ സഹായങ്ങൾ വരുന്ന അതിനൊരു ഏകജാലക സംവിധാനം അത് കൃത്യമായി നടപ്പാക്കും. എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന നിലയിലുള്ള ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നടക്കട്ടെ, അതുപോലെ തന്നെ നടക്കട്ടെ. ഇതിപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമാകും. കൂടുതൽ വാക്കുകളുടെ ആവശ്യമില്ല. എങ്കിലും ഇതാണ് അവസ്ഥ. ആ തൊട്ടുമുകളിൽ നിന്നാണ് ഈ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച, കരയിപ്പിച്ച, പകച്ചുപോയ ഈ ദുരന്തത്തിൻ്റെ തുടക്കം.